നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി പറഞ്ഞു തരട്ടെ. ഇത് നോമ്പുതുറ പലഹാരമായിട്ടും ഉപയോഗിക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ആദ്യം തന്നെ ഇതിൻ്റെ ഫില്ലിംഗ് ആണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ടൊരു ബൗളിലേക്ക് അവൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേർത്ത അവലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനിവിടെ ബ്രൗൺ നിറത്തിലുള്ള അവലാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് വെളുത്ത അവൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. നേർത്ത അവൽ നോക്കിയിട്ട് തന്നെ ഉപയോഗിച്ചോളൂ കേട്ടോ. അതുപോലെ തന്നെ വറുത്ത അവൽ ഉപയോഗിക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് പാകത്തിന് ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് പൊടിച്ച ശർക്കരയാണ് ചേർത്തത്. ഈ ഒരു ശർക്കരയിൽ അഴുക്കില്ലാന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഡയറക്റ്റായിട്ട് ചേർത്തത്. അല്ലാന്നുണ്ടെങ്കിൽ ശർക്കര പാനിയാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ശർക്കര പാനിയാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു അവലും തേങ്ങയൊക്കെ അതിലിട്ട് നന്നായിട്ട് വരട്ടിയെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പാണ് ചേർത്ത് കൊടുത്തത്. നെയ്യിലൊന്ന് മൂപ്പിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ആദ്യം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കൈ ഉപയോഗിച്ച് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തോളൂ. ആ ഒരു ശർക്കരയൊക്കെ കൈ ഉപയോഗിച്ച് നമ്മൾ ഇതുപോലെ തിരുമ്മിയെടുക്കുമ്പോൾ നന്നായിട്ട് മെൽട്ടായി എല്ലാം കൂടെ യോജിച്ച് വരാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഈ ഒരു രീതിക്ക് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നേന്ത്രപ്പഴമാണ്. നല്ല പഴുത്ത നേന്ത്രപ്പഴം നോക്കി തന്നെ എടുത്തോളൂ. അതുപോലെ ഒരുപാട് കറുത്ത് തുടങ്ങിയ പഴമൊന്നും എടുക്കേണ്ട. നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ മുകളിലും താഴെയും ഒരല്പം വിട്ടിട്ട് കുറച്ച് ആഴത്തിൽ ഇതുപോലെ ഒന്ന് മുറിച്ച് കൊടുക്കുക. അടിഭാഗം ഫുള്ളായിട്ട് മുറിയരുത്. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലൊരു പോക്കറ്റ് തയ്യാറാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. കൈ ഉപയോഗിച്ചൊന്ന് നന്നായിട്ട് വിടർത്തിയെടുത്താൽ മതി. ഇതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് പഴുത്ത പഴം ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. ഒരുപാട് പഴുത്ത പഴമാകുമ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുമ്പോഴേക്കും പഴമൊക്കെ ഉടഞ്ഞു തുടങ്ങും. ഒരുപാട് പഴുപ്പ് കുറഞ്ഞ പഴം ഉപയോഗിച്ചാലും ഇത് രുചി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ദാ ഈ ഒരു പഴത്തിൻ്റെ ആ ഒരു പോക്കറ്റിലേക്ക് നല്ല പോലെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് അമർത്തി തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അമർത്തി തന്നെ ഫില്ല് ചെയ്തെടുക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ നല്ല പോലെ അതിൻ്റെ ഉള്ളിലേക്ക് നിറച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ദാ ഈ ഒരു രീതിക്ക് പഴം നമുക്ക് എല്ലാം തന്നെ നിറച്ചെടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഉപയോഗിച്ച് 5 പഴം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. എൻ്റെ അടുത്ത് 4 ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് 4 തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ ഒരു സീൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കോട്ടിങ്ങിൻ്റെ ആവശ്യമായിട്ടുണ്ട്. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു ചെറിയ മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ വെള്ളം ചേർത്ത് ഒരു തിക്കായിട്ടുള്ള ബാറ്ററാണ് ആവശ്യമായിട്ടുള്ളത്. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ അവസാനം കാണിച്ചു തരാം. വെള്ളം കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ സാധാരണ പഴംപൊരിക്കൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു രീതിക്കുള്ള കുറച്ച് തിക്കായിട്ടുള്ള കൂട്ടാണ് ആവശ്യമായിട്ടുള്ളത്. ഈ ഒരു രീതിക്ക് നല്ല പോലെ തന്നെ കലക്കിയെടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടകളില്ലാതെ നമ്മൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. നമ്മൾ പഴം നിറച്ച് വെച്ചിരിക്കുന്നതിൻ്റെ ആ ഒരു നിറച്ച ഭാഗത്തേക്ക് ഈ ഒരു കൂട്ട് നല്ല പോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ഭാഗത്ത് നിന്നും ഒട്ടും പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിക്ക് കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് പാനിലേക്ക് ഇട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് എണ്ണയും അതുപോലെ തന്നെ കുറച്ച് നെയ്യും മിക്സ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് മുഴുവനായിട്ട് നെയ്യിൽ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം. ആ ഒരു നമ്മൾ മൈദക്കൂട്ട് ആക്കിയിരിക്കുന്ന ഭാഗം അടിയിൽ വരുന്ന രീതിക്ക് വെച്ച് കൊടുത്തോളൂ. ഞാനിപ്പോൾ ആ ഒരു പഴത്തിൻ്റെ മുകളിലേക്കും ചെറുതായിട്ടൊന്ന് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സാധാരണ പഴം നെയ്യിൽ മൂപ്പിച്ചെടുക്കുമ്പോൾ ചെറുതായിട്ട് എണ്ണ കുടിക്കും. ആ ഒരു എണ്ണ കുടിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മൈദയുടെ കൂട്ട് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് മൊരിച്ചെടുക്കണം. കുറച്ച് സമയം എടുക്കും ഇത് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ കുറച്ച് എണ്ണയിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് ആയി വരാൻ വേണ്ടിയിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കുറച്ച് സമയം എടുത്ത് തന്നെ ചെയ്തോളൂ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതാ നമ്മളുടെ പഴം നിറച്ചത് ഇവിടെ പാകത്തിന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാം കേട്ടോ. അവിലൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഇതിൽ നിന്ന് 1-2 പീസ് കഴിച്ചാൽ തന്നെ നല്ല പോലെ വയറ് നിറഞ്ഞ് കിട്ടിക്കോളും. പഴമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.